ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. PSC മുൻകാലങ്ങളിൽ ചോദിച്ച മുഴുവൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി 2015 മുതൽ 2024 വരെ ചോദിച്ച വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിന്റെ സെറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആൾറെഡി 2 പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് 3ാമത്തെ പാർട്ടാണ് കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. PSC മുൻകാലങ്ങളിൽ ചോദിച്ച വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺ വിത്ത് ഡിസീസസ് ഓഫ് ദ ബോൺസ് ആൻഡ് മസിൽസ് ഓഫ് ഹ്യൂമൻ ബോഡി. അതായത് നമ്മുടെ എല്ല്, അതുപോലെ തന്നെ പേശികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, അതായത് ഒരു ശാസ്ത്രശാഖ ഏതാണ്? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ എന്തെന്ന് പറയാ? ബോൺസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓർത്തോയിൽ കാണിക്കും അല്ലേ? സോ ഓർത്തോ എന്ന് പറയുന്നത് റിലേറ്റ്സ് ടു ബോൺ ആണ്. ഓർത്തോ മീൻസ് റിലേറ്റ്സ് ടു ബോൺ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓർത്തോപീഡിക്സ് ആണ് ആ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് റിലേറ്റ്സ് വിത്ത് ദ ഡിസീസസ് ഓഫ് ദ ബോൺസ് ആൻഡ് മസിൽസ് എന്ന് പറയുന്നത് ഓർത്തോപീഡിക്സ് ആണ് കേട്ടോ. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത് എന്താ? ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഡെന്റലിന് റിലേറ്റ് ചെയ്തിട്ടാണ്, നമ്മുടെ പല്ലില്ലേ അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. ഓഫ്താൽമിക് നിങ്ങൾക്ക് അറിയാം, റിലേറ്റ്സ് ടു ഐസിനെ പറ്റി പഠിക്കുന്നത്. അതുപോലെ തന്നെ പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളെയൊക്കെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓർത്തോപെഡിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ജനസംഖ്യ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എന്ന് പറയുന്നത് ഏതാണ്? ഡെമോഗ്രഫി, ഫിലോളജി, എൻഡോമോളജി, ഡെർമറ്റോളജി. ഓക്കെ, ശാസ്ത്രശാഖകൾ അതിൽ മിക്കവാറും PSC ചോദിച്ചു വരാറുണ്ട് കേട്ടോ. നമുക്കത് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് തന്നെ ചെയ്യാവേ. ഇപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞേ. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡെമോഗ്രഫി ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡെമോഗ്രഫി ആണ്. ഓക്കെ, ഫിലോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫിലോളജി മീൻസ് സ്റ്റഡി ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജ് ഇല്ലേ, ഭാഷകൾ, അതിന്റെ ഹിസ്റ്ററിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഫിലോളജി എന്ന് പറയുന്നത്. എൻഡമോളജി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്, ഇൻസെക്ട്സിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് എൻഡമോളജി. ഡെർമറ്റോളജി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റഡി ഓഫ് സ്കിൻ ആണ്. സ്കിൻ റിലേറ്റഡ് ഡിസീസസിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്താണ്? ഡെമോഗ്രഫി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കളക്ഷൻ ആൻഡ് ഡിസ്കഷൻ ഓഫ് എസ്സേസ് ബൈ സെവറൽ പേഴ്സൺസ് ഓൺ എ ടോപ്പിക്. കളക്ഷൻ ആൻഡ് ഡിസ്കഷൻ ഓഫ് എസ്സേസ് ബൈ സെവറൽ പേഴ്സൺസ് ഓൺ എ ടോപ്പിക്. അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പല എക്സ്പേർട്സും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാണ്. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഒറ്റ വേർഡിൽ നമ്മൾ അതിനെ സിമ്പോസിയം എന്നാണ് പറയുന്നത് കേട്ടോ. സിമ്പോസിയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിഷയത്തെ പറ്റി എന്താണ്, അതിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സിമ്പോസിയം എന്നാണ് പറയുന്നത് കേട്ടോ. സിമ്പോസിയം എന്നാണ് പറയുന്നത്. ദ ടോപ്പിക് ഡിസ്കസ്ഡ് ബൈ എക്സ്പേർട്സ്. ഓക്കെ, then that is called a symposium. ഇനി ബാക്കിയുള്ള വേർഡ്സിന്റെ മീനിങ് നമുക്ക് അറിയണമല്ലോ. എന്താണ് ഗ്രാഫോളജി എന്ന് പറയുന്നത്? ഗ്രാഫോളജി എന്താണ്? ഗ്രാഫോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇല്ലേ, ഹാൻഡ് റൈറ്റിങ്ങിനെ അനലൈസ് ചെയ്യുന്ന എന്താണ് ശാസ്ത്രശാഖയാണ് ഗ്രാഫോളജി എന്ന് പറയുന്നത് കേട്ടോ. ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് ഗ്രാഫോളജി എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, മെഗലമേനിയ എന്ന് വെച്ചാൽ ഇതാണ് മെഗലമേനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെഗലമേനിയ എന്ന് വെച്ചാൽ സ്വയം വലിയ കേമൻ എന്ന തോന്നുന്നതിനെയാണ് മെഗലമേനിയ എന്ന് പറയുന്നത്. സ്വയം വലിയവൻ അല്ലെങ്കിൽ സ്വയം
കേമൻ. കേമൻ എന്ന തോന്നൽ. കേമൻ എന്ന തോന്നൽ. അതിനെയാണ് നമ്മൾ മെഗലമേനിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് എംപോറിയം? എംപോറിയം എന്ന് വെച്ചാൽ കച്ചവട സ്ഥലം. എംപോറിയം മീൻസ് കച്ചവട സ്ഥലം. പഠിച്ചു വെച്ചു കേട്ടാ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗീവ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ലീവ്സ് one second. Give one word for a person. ഇവിടെ ഒരു for a person ഒറ്റ തവണയേ ഉള്ളൂ കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ 2 തവണ വന്നു പോയി, നിങ്ങൾ ക്ഷമിക്കുക. Give one word for a person who lives a wandering life. എന്ന് വെച്ചാൽ എന്താണ്? നാടോടികൾ എന്ന് പറയത്തില്ലേ? അതായത് അവർക്ക് സ്ഥിരമായിട്ടുള്ളൊരു താമസം ഒന്നും ഉണ്ടാവത്തില്ല. അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഓക്കെ. അവരുടെ ഉപജീവനം അതിലൂടെ അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തെന്ന് പറയും? എ പേഴ്സൺ ഹൂ ലീവ്സ് എ വാണ്ടറിങ് ലൈഫ് മീൻസ് നാടോടികൾ എന്ന് പറയും. അപ്പോൾ അതിന്റെ വൺ വേർഡ് എന്ന് പറയുന്നത് വാഗബോണ്ട് ആണ് കേട്ടോ. വാഗബോണ്ട് മീൻസ് എന്താണ്? നാടോടി എന്നാണ് പറയുന്നത്. ഇനി ഇതെന്താണ്? ഈ വേർഡ് എന്താണ്? ഇൻകംബന്റ്. എന്താണ്? ഇൻകംബന്റ് എന്ന് വെച്ചാൽ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന. ഇൻകംബന്റ് മീൻസ് എന്താണ്? എന്തെങ്കിലും ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന അതാണ് ഇൻകംബന്റ് എന്ന് പറയുന്നത്. ഫോറിനർ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. സ്കോളർ എന്ന് വെച്ചാൽ എന്താണ്? സ്കോളറിന് 2 മീനിങ് ഉണ്ട്. പണ്ഡിതൻ എന്നും ഒരു മീനിങ് ഉണ്ട്. പണ്ഡിതൻ എന്നുണ്ട്, അതുപോലെ തന്നെ ശിഷ്യൻ എന്നൊരു മീനിങ്ങും കൂടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജസ്റ്റ് നോക്കിക്കേ. ദ ഫൂളിഷ് ബിഹേവിയർ ദാറ്റ് വൺ ഈസ് ഗോഡ്. ദ ഫൂളിഷ് ബിഹേവിയർ അല്ല കേട്ടോ, ഇവിടെയും തെറ്റ് വന്നിട്ടുണ്ട്. ബിലീഫ് ആണ് കേട്ടോ. ബിലീഫ്. ദ ഫൂളിഷ് ബിലീഫ് ദാറ്റ് വൺ ഈസ് ഗോഡ് എന്ന് വെച്ചാൽ സ്വയം ദൈവമാണെന്നുള്ള വിശ്വാസം. ഞാനാണ് ദൈവം എന്ന് സ്വയം വിചാരിക്കത്തില്ലേ? അങ്ങനെയുള്ള ആ ഒരു ബിലീഫിനെ എന്തെന്നാ വിളിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അതിന് ഈ ഗോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിനെ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വേർഡിൽ തിയോ വന്നിട്ടുണ്ടെങ്കിൽ, തിയോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിയോ വന്നിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ്സ് ടു ഗോഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ട് തിയോ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. അപ്പൊ തിയോമാനിയാണ് കേട്ടോ. തിയോമാനിയാണ്, അതായത് സ്വയം ദൈവം എന്ന വിചാരം. അതാണ് എന്ത്? തിയോമാനിയ. ഓക്കെ, തിയോമാനിയ. ക്ലിയർ? ഈ ക്ലെപ്റ്റോമാനിയ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലെപ്റ്റോമാനിയ മീൻസ് മോഷണ തൽപരത, മീൻസ് മോഷ്ടിക്കാനുള്ള ഒരു താല്പര്യം. അതാണ് ക്ലെപ്റ്റോമാനിയ. മോഷണ തൽപരത, അതായത് മോഷ്ടിക്കാനുള്ള താല്പര്യം കേട്ടോ. അടുത്തത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് എൻ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും എന്താണ് പ്രഗത്ഭമായിട്ടുള്ള വർക്ക്, അതിനെ എന്തെന്നാ വിളിക്കുക? അല്ലെങ്കിൽ മാസ്റ്റർ പീസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ആർട്ടിസ്റ്റിന്റെ മാസ്റ്റർ പീസിനെ എന്തെന്ന് വിളിക്കും? അതിനെ വിളിക്കുന്നത് മാഗ്നം ഓപ്പസ് എന്നാണ് കേട്ടോ. മാഗ്നം ഓപ്പസ് എന്നാണ് വിളിക്കുന്നത്. മാഗ്നം ഓപ്പസ് ഈസ് നത്തിങ് ബട്ട് മാസ്റ്റർ പീസ്. നിങ്ങൾ ഓർത്ത് വെച്ചോ, മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് കേട്ടോ. ഒരാളുടെ ഏറ്റവും എന്താണ്, അയാളുടെ കഴിവ് ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള അയാളുടെ വർക്ക്, അതാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. ഈ അൽമ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അൽമ മേറ്റർ മീൻസ് പൂർവ്വ വിദ്യാലയം അല്ലെങ്കിൽ പഠിച്ച വിദ്യാലയം. നമ്മൾ പഠിച്ച വിദ്യാലയം കേട്ടോ. അത് പരീക്ഷയ്ക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടേ, വിദ്യാലയം. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഞാൻ സാധാരണ ഇത് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് മാഡം മൊയ്സെല്ല എന്നാണ്. പക്ഷെ അത് തെറ്റാണ് കേട്ടോ. അപ്പൊ മെഡം മൊസെല്ല എന്ന് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. മെഡം മൊസെല്ല എന്നല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത്, മാഡം വിസെയിൽ എന്നാണ്. അങ്ങനെയാണ് നമ്മളിത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇവിടെ എഴുതി തരാവേ, മാഡം വിസെയിൽ എന്നാണ് ആക്ച്വലി ഈ ഒരു വേർഡിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ മാഡം മുസൈൽ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? മാഡം മുസൈൽ, മാഡം മുസൈൽ ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. മാഡം മുസൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രഞ്ച് വേർഡാന്ന് പറഞ്ഞല്ലോ, അവിവാഹിതയായ ഫ്രഞ്ചുകാരിയെ വിളിക്കുന്നത് മാഡം മുസൈൽ എന്നാണ് കേട്ടോ. കല്യാണം കഴിക്കാത്ത ഫ്രഞ്ച് സ്ത്രീകളെ വിളിക്കുന്നത്, അവരെ അഭിസംബോധന ചെയ്യുന്നത് മാഡം മുസൈൽ എന്നാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The cross was made sacred by the death of Jesus on it. ഇവിടെയും ഒരു ഇതുണ്ട്. ഇവിടെ വൺ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ PSC ക്വസ്റ്റിനകത്ത് ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സേക്രഡ് എന്ന് പറയുന്ന ഈ വേർഡിന്റെ വൺ വേർഡ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ സേക്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്ന ഈ വേർഡ്സിൽ ഏത് വരും? അതിന്റെ മീനിങ് ആയിട്ട് വരുന്ന വേർഡ് ആണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, സാങ്ക്ടിഫൈഡ് ആണ്. സാങ്ക്ടിഫൈഡ് മീൻസ് പവിത്രമായത് അല്ലെങ്കിൽ വിശുദ്ധമായത് കേട്ടോ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. സോ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി ആണ്. അടുത്ത് മാൻ ഹൂസ് വൈഫ് ഇസ് ഡെഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 2 പഠിച്ചപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നോക്കി. ഇതിപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തത്. അപ്പോൾ എ മാൻ ഹൂസ് വൈഫ് ഇസ് ഡെഡ്, അതായത് ഭാര്യ മരിച്ചുപോയ വ്യക്തിനെ എന്തെന്ന് വിളിക്കും എന്നാണ്. നമുക്കറിയത്തില്ലേ, മലയാളത്തിൽ വിഭാര്യൻ എന്നാണ് വിളിക്കുക. വിഡോവർ, ഇംഗ്ലീഷിൽ വിഡോവർ മീൻസ് വിഭാര്യൻ. ഭാര്യ മരിച്ചുപോയ വ്യക്തിനെ വിളിക്കുന്നത് വിഡോവർ അല്ലെങ്കിൽ വിഭാര്യൻ എന്നാണ്. വിഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹസ്ബൻഡ് മരിച്ചുപോയ സ്ത്രീയെയാണ് വിഡോ എന്ന് വിളിക്കുന്നത് അല്ലെ. വിധവ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, വിധവ. സ്ട്രേഞ്ചർ നിങ്ങൾക്ക് അറിയാം, ബാച്ചിലർ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ പേഴ്സൺ ഇസ് നോട്ട് വെരി ഇന്റലിജന്റ് യു വിൽ കോൾ ഹിം എ. അതായത് വളരെ ഇന്റലിജന്റ് അല്ലാത്ത, വളരെ ബുദ്ധി ഇല്ലാത്തതെന്ന് പറയാൻ പറ്റത്തില്ല, എന്തു പറയാനാണ്, അധികം പരിഷ്കൃതം അല്ലാത്ത ആൾക്കാർ, അധികം നോളജ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ എന്തെന്ന് വിളിക്കും? അവരെ വിളിക്കുന്ന ഒറ്റ വേർഡ് എന്ന് പറയുന്നത് ബംകിൻ എന്നാണ് വിളിക്കുക കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ബംകിൻ. ബംകിൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അപരിഷ്കൃതൻ എന്നാണ്. അപരിഷ്കൃതൻ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ക്ലിഞ്ച് എന്ന് വെച്ചാൽ എന്താ? ക്ലിഞ്ച് എന്ന് വെച്ചാൽ അന്തിമ തീരുമാനം എടുക്കുന്നതിനാണ് ക്ലിഞ്ച് എന്ന് പറയുന്നത്. അന്തിമ തീരുമാനം എടുക്കുക അതാണ് ക്ലിഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഫ്രെയിൽ എന്ന് വെച്ചാൽ, ഫ്രെയിൽ മീൻസ് എളുപ്പം പൊട്ടിപ്പോകുന്ന, പൊട്ടിപ്പോകുന്നതാണ് ഫ്രെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി പൈനീർ മീൻസ് എന്താണ്? പൈനീർ നിങ്ങൾക്ക് അറിയാമല്ലോ, മുൻപിൽ നടക്കുന്ന, മുന്നോടി, എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ആള്, അതിനാണ് പൈനീർ എന്ന് പറയുന്നത് കേട്ടോ. മുൻപിൽ നടക്കുന്ന, എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ മുൻപിൽ നടക്കുന്ന വ്യക്തി, അതാണ് പൈനീർ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ആൻസർ ബംകിൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഹെൽപ്സ് അനദർ ഡു സംതിങ് റോങ് ഓർ അഗൈൻസ്റ്റ് ലോ. എ പേഴ്സൺ ഹു ഹെൽപ്സ് അനദർ ഡു സംതിങ്, ഇവിടെ ഡൂന് മുന്നേ ഒരു ടു ഉണ്ട്. ടു ഡു സംതിങ് റോങ് ഓർ അഗൈൻസ്റ്റ് ലോ, അതായത് എന്താ പറയുക, ഒരു കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ സഹായിക്കുന്ന വ്യക്തി. ഞാനൊരു കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ കൂട്ടുപ്രതി, ഓക്കെ, അയാളെ എന്തെന്ന് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്നത് അക്കംപ്ലൈസ് എന്നാണ് കേട്ടോ. അക്കംപ്ലൈസ് എന്നാണ് വിളിക്കുന്നത്. അക്കംപ്ലൈസ് മീൻസ് കൂട്ടുപ്രതി, കുറ്റം ചെയ്യാൻ കൂടെ നിൽക്കുന്ന ആള്. ഓക്കെ, കൂട്ടുപ്രതി എന്ന് പറയാം, അല്ലെങ്കിൽ കൂട്ടാളി എന്നൊക്കെ പറയാം കേട്ടോ. കൂട്ടാളി എന്നൊക്കെ പറയാം. അക്കംപ്ലൈസ് പഠിച്ചു വെച്ചോ, ഇത് വേർഡ് മീനിങ്ങിനൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചോ കേട്ടോ. ഇനി പ്രോക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോക്സി മീൻസ് പകരക്കാരൻ എന്നാണ്. പ്രോക്സി മീൻസ് പകരക്കാരൻ. സോഴ്സറർ മീൻസ് മന്ത്രവാദി. സോഴ്സറർ എന്ന് വെച്ചാൽ
മന്ത്രവാദി. ഇനി നോട്ടറി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നോട്ടറി ക്ലബ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? നോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിയെടുത്തോ. നിയമപരമായ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെയാണ് നോട്ടറി എന്ന് പറയുന്നത്. നിയമപരമായ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെയാണ് നോട്ടറി എന്ന് പറയുന്നത് കേട്ടോ. നോട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തിങ്ക് ഔട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. തിങ്ക് ഔട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC മുന്നേ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനെ. തിങ്ക് ഔട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ കണ്ടംപ്ലേറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് കണ്ടംപ്ലേറ്റ്? കണ്ടംപ്ലേറ്റ് മീൻസ് ധ്യാനിക്കുക. ധ്യാനിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക. ചിന്തിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. കണ്ടസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. കണ്ടസ്റ്റ് മീൻസ് എന്താണ്? മത്സരം. മത്സരം. കൺഫ്രണ്ട്. കൺഫ്രണ്ട് മീൻസ് നേരിടുക. 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 ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ പാർട്ട് 2 പഠിച്ചപ്പോഴും സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കണ്ടംപ്റ്റ് മീൻസ് നിന്ദ, പുച്ഛം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്രീഫ് സമ്മറി ഓഫ് ബുക്ക്. എ ബ്രീഫ് സമ്മറി ഓഫ് ബുക്ക്. ബ്രീഫ് സമ്മറി ഓഫ് ബുക്ക് എന്ന് പറയുന്നത് എപ്പിറ്റോം ആണ് കേട്ടോ. എപ്പിറ്റോം ആണ് ആൻസർ. എപ്പിറ്റോം മീൻസ് സംഗ്രഹം, സമ്മറി അല്ലെങ്കിൽ സംഗ്രഹം. എക്സെപ്റ്റ് ഇത് നമ്മളെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? പി ഇവിടെ സൈലന്റ് ആണ്. എക്സേർട്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. എക്സെപ്റ്റ് എന്നല്ല, എക്സേർട്ട്. എക്സേർട്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. എക്സേർട്ട് മീൻസ് എടുത്ത് പറയുക. എടുത്ത് പറയുക. ഇനി ഇതെന്താണ്? ആക്സിയം. ആക്സിയം മീൻസ് സിദ്ധാന്തം. ആക്സിയം മീൻസ് സിദ്ധാന്തം എന്നാണ്. ഇതെങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും? മെമ്മോയ്സ് എന്ന് പ്രൊനൗൺസ് ചെയ്യോ? തെറ്റാണ്. മെമ്മോയ്സ് എന്നല്ല, മെംവോസ്. മെംവോസ് എന്നാണ്. മെംവോസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. മെംവോസ്. ഇങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. മെംവോസ്, മെംവോസ്, മെംവോസ്. ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. മെംവോസ് മീൻസ് ഓർമ്മ, ഓർമ്മക്കുറിപ്പ്. ഓർമ്മക്കുറിപ്പ്, ഓർമ്മക്കുറിപ്പാണേ. മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ ഗവൺമെന്റ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഓൾ പവർഫുൾ പേഴ്സൺസ്. ഓക്കെ, കുറേ പവർഫുൾ ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്. അവരുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ അവരുടെ ആ ഭരണ സംവിധാനത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഒളിഗാർഗി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഒളിഗാർഗി. ഗവൺമെന്റ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഓൾ പവർഫുൾ പേഴ്സൺ ഈസ് കോൾഡ് വാട്ട്? ഒളിഗാർഗി. ഓക്കെ, ഒളിഗാർഗി എന്നാണ് വിളിക്കുക. അരിസ്റ്റോക്രസി എന്താണ്? പ്രഭുക്കന്മാർ ഭരിക്കുന്നതിനാണ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. ഓട്ടോക്രസി എന്ന് പറയുമ്പോൾ ഏകാധിപത്യമാണ്. ഏകാധിപത്യം. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓട്ടോക്രസി എന്നാണ് പറയുന്നത്. മൊണാർക്കി എന്ന് പറയുമ്പോൾ കിങ് അല്ലെങ്കിൽ ക്യൂനായിരിക്കും ഭരിക്കുക. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. കിങ് അല്ലെങ്കിൽ ക്യൂനായിരിക്കും ഭരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റൂം വെയർ ദ ഫുഡ് സപ്ലൈസ് ഓഫ് എ ഹൗസ് ഹോൾഡ് ആർ കെപ്റ്റ്. നമ്മുടെ വീട്ടിലെ ഫുഡ് സപ്ലൈസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന വീട്ടിലെ റൂമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അത് നമ്മൾ ലാഡർ എന്നാണ് വിളിക്കുക. ലാഡർ. ലാഡർ മീൻസ് കലവറ. കലവറ. കലവറ കേട്ടോ. കലവറ. ഇനി എന്താണ് സ്കല്ലറി? സ്കല്ലറി വേർഡ് മീനിങ് എന്താ? അടുക്കള പാത്രങ്ങൾ ഒക്കെ കഴുകാനുള്ള സ്ഥലമില്ല, അതിനാണ് സ്കല്ലറി എന്ന് പറയുന്നത്. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകുന്നതിനുള്ള സ്ഥലമാണ് എന്ത്? സ്കല്ലറി എന്ന് പറയുന്നത് കേട്ടോ. സ്കല്ലറി. ബട്ടറി എന്ന് വെച്ചാൽ എന്താ? ബട്ടറി മീൻസ് വഴുവഴുപ്പുള്ളത്. ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല വഴുവഴുപ്പാണ് അല്ലേ? സോ വഴുവഴുപ്പുള്ളത്, അതാണ് ബട്ടറി. വഴുവഴുപ്പുള്ളത്, അതാണ് ബട്ടറി എന്ന് പറയുന്നത്. പാൻട്രി മീൻസ് പാചകപ്പുരയാണ് പാൻട്രി എന്ന് പറയുന്നത്. പാചകപ്പുര നമുക്കറിയാം. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. അതായത് ഒരു വ്യക്തി മീൻസ് ഒരു പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മൾ ഓൾട്രൂയിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ.
ഓൾട്രോയിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് കേട്ടോ. വേർഡ് പവർ മെയ്ഡ് ഈസി നമ്മൾ 2-3 ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് ബാക്കി ചെയ്യാം. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. വേർഡ് പവർ മെയ്ഡ് ഈസി വൊക്കാബുലറി പഠിക്കാൻ പറ്റിയൊരു ബുക്കാണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വൊക്കാബുലറി സെക്ഷനകത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇത് പ്രൊമോഷനൊന്നും അല്ല, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഓക്കെ. എ പേഴ്സൺ ഹൂ വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ് ഈസ് കോൾഡ് ഓൾട്രോയിസ്റ്റ്. ഓൾട്രോയിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ആൻറ്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ആൻറ്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ എതിരാളി എന്നാണ് അർത്ഥം. എതിരാളി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ an unfortunate accident. പ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ആക്സിഡൻറ്റിന് വിളിക്കുന്ന പേര് മിസ് ഹാപ്പ് എന്നാണ് കേട്ടോ. മിസ് ഹാപ്പ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. മിസ് ഹാപ്പ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. മിസ് ഹാപ്പ് എന്ന് പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യരുത്. മിസ് ഹാപ്പ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ആക്സിഡൻറ്റിനെ നമ്മൾ എന്താന്ന് പറയും? മിസ് ഹാപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. മിസ്നോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മിസ്നോമർ മീൻസ് തെറ്റായ പേര്. ഇവിടെ ഒരു നോം എന്ന് കിടപ്പുണ്ട് അല്ലെ? നെയിം എന്ന് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതിയേ. നെയിമുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എങ്ങനെ നമുക്ക് പറയാം? തെറ്റായ പേര്. മിസ്ഡീഡ് എന്ന് വെച്ചാൽ എന്താ? കുറ്റകൃത്യം. മിസ്ഡീഡ് മീൻസ് കുറ്റകൃത്യം. ഇതാണ് മിസ്ഡീഡ് എന്ന് പറയുന്നത്. മിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? മിസ്കൗണ്ട് കൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ കണക്ക് കൂട്ടുക. മിസ്കൗണ്ട് മീൻസ് തെറ്റായി കണക്ക് കൂട്ടുക. തെറ്റായി എന്ത് ചെയ്യുന്നു? കണക്ക് കൂട്ടുന്നതിനെയാണ് മിസ്കൗണ്ട് എന്ന് പറയുന്നത്. കണക്ക് കൂട്ടുക, അതാണ് മിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻഡ്രോം എങ്ങനെയാണ് വിളിക്കേണ്ടത്? ആൻഡ്രോം എന്നാണ്. നമ്മൾ മലയാളത്തിൽ എൻ്റെ റൂം എന്ന് പറയത്തില്ലേ, അത് കൂട്ടുണ്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ആൻഡ്രോം എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. എൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റൂം ലീഡിങ് ഇൻ ടു എ ലാർജ് ഹാൾ എന്ന് വെച്ചാൽ പ്രധാന മുറിയിലേക്കുള്ള ഒരു ചെറിയ മുറി, അതിനെയാണ് നമ്മൾ ആൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് പഠിച്ചു വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഷോർട്ട് നറേഷൻ ഓഫ് എ സിംഗിൾ ഇൻസിഡൻറ്റ് ഓഫ് പ്രൈവറ്റ് ലൈഫ് ഈസ് കോൾഡ്. അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡൻറ്റിനെ പറ്റി നറേറ്റ് പറയുക. അതിന് നമ്മൾ എങ്ങനെ പറയും? അതിൻ്റെ ഒറ്റ വേർഡ് എന്ന് പറയുന്നത്, വൺ വേർഡ് എന്ന് പറയുന്നത്, അതിന് നമ്മൾ അനക്ഡോട്ട് എന്നാണ് പറയുന്നത്. അനക്ഡോട്ട് മീൻസ് ആഖ്യാനം അല്ലെങ്കിൽ കെട്ടുകഥ എന്നൊക്കെ അർത്ഥമുണ്ട്. കെട്ടുകഥ അല്ലെങ്കിൽ ചെറുകഥ, ചെറിയൊരു സംഭാഷണം അല്ലെ, ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. അത് നമുക്ക് ചെറുകഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രേസ് പ്രോബ്ലം ഇൻ സ്പീക്കിംഗ് ക്ലിയർലി? പ്രോബ്ലം ഇൻ സ്പീക്കിംഗ് ക്ലിയർലി എന്ന് വെച്ചാൽ അതിൻ്റെ വൺ വേർഡ് എന്ന് പറയുന്നത് സ്റ്റാമർ എന്നാണ് കേട്ടോ. സ്റ്റാമർ മീൻസ് നമുക്ക് അറിയാമല്ലോ, വിക്കലോടുകൂടെ പറയുന്നത്. വിക്കി പറയുക അല്ലെങ്കിൽ ഇടറി പറയത്തില്ലേ, നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഇടറത്തില്ലേ, അതിനെയാണ് ഇടറി പറയുക എന്നൊക്കെ അർത്ഥമുണ്ടേ. ഇടറി പറയുക. ഓക്കെ. ചാറ്റർ മീൻസ് ചിലയ്ക്കുക. പക്ഷികളൊക്കെ ചിലക്കില്ലേ, അത് നമ്മൾ ചാറ്റർ എന്ന് പറയും. ചാറ്റർ ചിലയ്ക്കുക ആണ് ചാറ്റർ എന്ന് പറയുന്നത്. മേമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മേമർ മീൻസ് പിറുപിറുക്കുക. മംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മംബിൾ മീൻസ് അവ്യക്തമായി സംസാരിക്കുക. Okay, clear? Next question. One word of absence of law and order. Okay, law and order എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമസമാധാന ലംഘനം എന്നാണ് പറയുന്നത് കേട്ടോ. നിയമമൊന്നും പാലിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അത് നമ്മൾ പറയുന്നത് അരാജകത്വം എന്നാണ്, അനാർക്കി എന്നാണ് പറയുന്നത്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 2 നമ്മൾ പഠിച്ചപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ടീച്ചർ ഇത്
റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, അനാർക്കിയാണ് കേട്ടോ. അതായത് ക്രമസമാധാന ലംഘനം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ദിവസം നോക്കിക്കേ. വൺ ഹൂ ടോക്സ് ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് സെൽസ് സ്മോൾ ആർട്ടിക്കിൾസ്. വൺ ഹൂ ടോക്സ് ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് സെൽസ് സ്മോൾ ആർട്ടിക്കിൾസ്. നമുക്കറിയില്ലേ, തെരുവോരത്തിലൊക്കെ കച്ചവടം നടത്തുന്ന ആൾക്കാർ അല്ലേ? അപ്പോൾ അവരുടെ സാധനം എന്താണെന്നുള്ളത് അവർ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കച്ചവടം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കും? വിളിക്കുന്നത് പെഡ്ലർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പെഡിലർ എന്താണ്? പെഡിലർ എന്നാണ് വിളിക്കുക. ഈ പെഡ്ലറിൻ്റെ മീനിങ് എന്താണ്? ഇത് പെഡ്ലറാണ്. ഈ പെഡ്ലറിന് വേറൊരു മീനിങ്, ഇവിടെ ഡബിൾ ഡി ഉണ്ട്, ഇവിടെ ഒരു സിംഗിൾ ഡി ഉള്ളൂ. ഡബിൾ ഡി വന്നു കഴിഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഇല്ലീഗൽ ഡ്രഗ്സ് ഇല്ലേ, അപ്പോൾ ഡ്രഗ്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരെയാണ് ഈ പെഡ്ലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പെഡിലർ, ഇത് പെഡ്ലർ. പെഡിലർ. പെഡസ്ട്രിയൻ അറിയാമല്ലോ, കാൽനട യാത്രക്കാരനെയാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. കാൽനട യാത്രക്കാരൻ. ഡ്രൈപ്പർ എന്ന് വെച്ചാൽ വസ്ത്രവ്യാപാരി. ഡ്രൈപ്പർ മീൻസ് വ്യാപാരി. ഓക്കെ, ക്ലിയർ. ഇപ്പൊ തെരുവോര കച്ചവടക്കാർ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പെഡ്ലർ എന്നാണ്. പെഡ്ലർ അല്ല, പെഡിലർ എന്നാണ് പറയുന്നത്. ഇതാണ് പെഡ്ലർ, ഇത് പെഡിലർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ലീവ്സ് ഇൻ എ വാൻഡറിംഗ് ലൈഫ്. വാൻഡറിംഗ് ലൈഫ് എന്ന് വെച്ചാൽ അലങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ തൊട്ട് പിന്നെ നോക്കിയായിരുന്നു. ആൻസർ എന്താണ്? വാഗബോണ്ട് ആണ്. അലങ്ങി തിരിഞ്ഞ് നടക്കുന്നത്, വാഗബോണ്ട്. അടുത്ത റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്. റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഡയലക്റ്റ് ആണ്. ഡയലക്റ്റ് മീൻസ് പ്രാദേശിക ഭാഷ. പ്രാദേശിക ഭാഷ. ഓക്കെ, ഇതെന്താണ്? ബൈലിംഗ്വൽ എന്ന് വെച്ചാൽ ലിംഗ്വൽ എന്ന് വെച്ചാൽ അവിടെ റിലേറ്റ്സ് ടു ലാംഗ്വേജ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ബൈലിംഗ്വൽ മീൻസ് രണ്ട് ഭാഷകൾ, രണ്ട് ലാംഗ്വേജ് അറിയാന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റ് എന്ന് വെച്ചാൽ ഭാഷാ പണ്ഡിതൻ, ബഹുഭാഷാ പണ്ഡിതൻ. ഒന്നിൽ കൂടുതൽ ഭാഷയെ പറ്റി അറിയാവുന്ന ആളാണ്, ബഹുഭാഷാ പണ്ഡിതനാണ് ലിംഗ്വിസ്റ്റ്. ബഹുഭാഷാ പണ്ഡിതൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ തിങ്സ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ. പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളതിന് നമ്മൾ എന്താണെന്ന് വിളിക്കും? വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളതിന് നമ്മൾ ഹെട്രോജീനസ് എന്നാണ് വിളിക്കുക കേട്ടോ. ഒരുപോലെ ഇരിക്കുന്നതിനാണെങ്കിൽ ഹോമോജീനസ്. ഹോമോ മീൻസ് ഒരുപോലെ എന്നാണ്. ഹെട്രോ മീൻസ് വ്യത്യസ്ത തരം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഹെട്രോജീനസ് ആണ് അതിൻ്റെ ആൻസർ. അടുത്ത് കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ. വൈൻ മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മദ്യമാണ് കേട്ടോ. മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം, അത് നമ്മൾ എന്തെന്ന് പറയുന്നു? ഡച്ച് കറേജ് എന്നാണ് പറയുന്നത്. പഠിച്ചു വെച്ചോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. An ignorant person, especially one pretending to have knowledge. അതായത് എനിക്കെല്ലാം അറിയാം, പക്ഷെ എന്നാൽ അറിയാമെന്ന് പറയുന്നു, പക്ഷെ എനിക്കൊന്നും അറിയില്ല താനും. അതായത് എല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അയാൾക്കൊന്നും അറിയത്തില്ല. അയാൾ പ്രെറ്റൻഡ് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട് അയാൾക്ക് എല്ലാം അറിയാമെന്ന്, പക്ഷെ ആക്ച്വലി ഇഗ്നോറൻ്റ് ആണ്, അയാൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള പേഴ്സണെ എന്തൊന്ന് വിളിക്കും? അതിനെ നമ്മൾ ഇഗ്നോറമസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. വിവരദോഷി എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. വിവരദോഷി എന്നാണ് പറയുന്നത്. മീൻസ് അറിയില്ല ആൾക്ക്, എന്നാൽ അറിയാമെന്ന് ഭാവിക്കും. ഓക്കെ, ദെൻ ഐക്കണോക്ലാസ്റ്റ് എന്ന് വെച്ചാൽ ആചാരങ്ങൾ പാലിക്കാത്ത ആളെയാണ് ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് എനിബ്രിയേറ്റഡ്. ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എനിബ്രിയേറ്റഡ് എന്നാണ്. എനിബ്രിയേറ്റഡ് മീൻസ് ലഹരി പിടിപ്പിക്കുക. ആണ് എനിബ്രിയേറ്റഡ്. മിസോഗാമിസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. മിസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്റ്റ് എന്നാണ് അർത്ഥം. ഇവിടെ ഗാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റ്സ് ടു മാരേജ് ആണ്. മിസോഗാമിറ്റ്സ് എന്ന് വെച്ചാൽ വൺ ഹൂ
വൺ ഹൂ ഹേറ്റ്സ് മാരേജ് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ് മിസോഗാമിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു മിസോഗാമിസ്റ്റിനൊക്കെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, വേർഡ് പവർ മെയ്ഡ് ഈസി, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീവ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂ ഈസ് ബാഡ് ഇൻ സ്പെല്ലിംഗ് വളരെ മോശമായിട്ടുള്ള ആൾക്കാർ. എൻ്റെ സ്പെല്ലിംഗ് അത്ര നല്ലതല്ല കേട്ടോ, നിങ്ങളുടെയൊക്കെ സ്പെല്ലിംഗ് അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ. സോ സ്പെല്ലിംഗ് മോശമായിട്ടിരിക്കുന്നത്, അതായത് എ പേഴ്സൺ ഹൂ ഈസ് ബാഡ് ഇൻ സ്പെല്ലിംഗ് അത്ര നല്ലതല്ലാത്ത പേഴ്സണെ വിളിക്കുന്ന പേര് കാക്കോഗ്രാഫിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ മതി, കാക്കോഗ്രാഫിസ്റ്റ് ആണ് അതിൻ്റെ അർത്ഥം കേട്ടോ. കാക്കോഗ്രാഫിസ്റ്റ് എന്നാണ് വിളിക്കുക. ഇനി ലെക്സിക്കോഗ്രാഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിഘണ്ടുവൊക്കെ രചിക്കുന്നില്ലേ, ആളെയാണ് ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്നത് കേട്ടോ. കാലിയോഗ്രാഫിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല ഭംഗിയായിട്ട് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാണ് കാലിയോഗ്രാഫിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്പെഷ്യൽ റൈറ്റിംഗ് ഒക്കെ അവർ റൈറ്റ് ചെയ്യാറുണ്ട്, അവർ കാലിയോഗ്രാഫിസ്റ്റ് എന്നാണ് പറയുന്നത്. ബിബ്ലിയോഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹൂ ലവ് ബുക്സ്, ലവർ ഓഫ് ബുക്സിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബുക്സ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത് അറിയാമല്ലോ, ലവർ ഓഫ് ബുക്സ്, പഠിച്ചു വെച്ചോ കേട്ടോ ഇത്. ഇപ്പോൾ കാക്കോഗ്രാഫിസ്റ്റ് ഓർത്ത് വെക്കണേ. അടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഇനി ഒരു പാർട്ട് കൂടിയുണ്ട്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ്. അതോടെ നമ്മുടെ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 2015 മുതൽ 2024 വരെയുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. PDF നോട്ട്സ് ഞാൻ ഇടാം. PDF നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ, ഞാൻ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞാലേ ടീച്ചർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ് മീൻസ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.